Finally, Fireboltt Cobra നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. February 1ന് ഇവരുടെ ഫസ്റ്റ് സ്പെഷ്യൽ ലോഞ്ച് ഓഫർ എന്നുള്ള 3499 രൂപയ്ക്ക് 12 മണി അടിച്ച ഉടനെ ഞാൻ അങ്ങോട്ട് പോയി വാങ്ങിക്കുമായിരുന്നു. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ക്യാമോ ബ്ലാക്ക് ഡാർക്ക് ഗ്രീൻ ഈ സാധനം രണ്ടും പെട്ടെന്ന് അങ്ങോട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നുള്ളത്. അത് തന്നെയായിരുന്നു 2 മിനിറ്റോ 3 മിനിറ്റോ പോലും നിന്നില്ല. അതിന് മുമ്പേ സാധനം അങ്ങോട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി. പക്ഷേ ബ്ലാക്കും നമ്മുടെ ലൈറ്റ് ഗ്രീനും ഉണ്ടല്ലോ, ആ ഒരു സംഭവം നോർമൽ ഗ്രീനും അത് അവിടെ അവൈലബിൾ ആയിരുന്നു. അത് പക്ഷേ ഒരാഴ്ചക്കകത്ത് നമുക്ക് ഡെലിവറി ഡേറ്റ് കാണിച്ചെങ്കിൽ പോലും ഈ ഒരു ക്യാമോ ബ്ലാക്ക് അല്ലെങ്കിൽ ക്യാമോ ഗ്രീൻ ഇത് രണ്ടും എന്ന് പറയുന്നത് 15 ദിവസം, അതായത് ഫെബ്രുവരി 15 ആയിരുന്നു കാണിച്ചത്. പൊതുവെ ഈ പ്രോഡക്റ്റുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ പോലും പെട്ടെന്ന് ചിലതൊക്കെ കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വിശ്വാസത്തിൽ അങ്ങോട്ട് ഓർഡർ ചെയ്തത്. എന്നാൽ ഫെബ്രുവരി 15 എന്നുള്ള ആ ദിവസം തന്നെയാണ് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടിയത്. അതുകൊണ്ടാണ് നമ്മുടെ ഓവിയിൽ കുറേ കൂടെ പറയുന്നുണ്ടായത് അൺബോക്സിങ് എവിടെ ബ്രോ, അല്ലെങ്കിൽ അൺബോക്സ് ചെയ്യാനായിട്ട്. നിങ്ങളെപ്പോലെയാണ് ഞാനും സാധനം ഇത് വാങ്ങിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് ഇവരെ അയച്ചു തരിക അല്ലെങ്കിൽ സാധനം പ്രോഡക്റ്റ് ഇറങ്ങുന്നതിന് മുമ്പേ നമ്മുടെ കയ്യിൽ കിട്ടുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ട് ഈ ഒരു സാധനം കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് 3499 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു Fireboltt Cobra നമ്മൾ വാങ്ങിച്ച വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ സവിശേഷതകളാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട്ടും ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ Fireboltt Cobra. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. അഡ്വഞ്ചർ ആഗ്രഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അഡ്വഞ്ചർ ടൈപ്പ് ഡിസൈൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റിലേക്ക് പോകുന്നതിൽ വേറൊരു പ്രശ്നമില്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ക്യാമോ ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു കളറാണ്. അത് പറയുമ്പോഴത്തേക്ക് ആ ഒരു മിലിറ്ററി പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു നാച്ചുറൽ പാറ്റേൺ ഒക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. അവിടെ വേറൊരു സംശയമില്ല കേട്ടോ. കൂടാതെ ബ്ലാക്ക്, ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ എന്നിങ്ങനെ മറ്റ് 3 കളേഴ്സിലും ടോട്ടലി നമുക്ക് 4 കളേഴ്സിലാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആകുന്നത്. 3499 രൂപയായിരുന്നു സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ഇറങ്ങിയെങ്കിൽ പോലും ഇപ്പോൾ ഇതിന്റെ വില എന്ന് പറയുന്നത് 3799 രൂപയാണ്. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് 3999 അല്ലെങ്കിൽ 4299 പോകാൻ ചാൻസ് ഉണ്ട്. 3799 ജസ്റ്റ് അവർ ഇട്ടേക്കുന്നത്. അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉണ്ട് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റിന്. റേറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുക, നമുക്ക് ചുമ്മാ കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല പെർഫെക്റ്റ് ഒരു ക്വാളിറ്റി എല്ലാം തന്നെ പെർഫെക്റ്റ്. ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് മനസ്സിലാവും റേറ്റിംഗ് എന്തുകൊണ്ടാണെന്നുള്ളത്. ഇനി മറ്റുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും മുന്നിലായിട്ട് നമ്മുടെ ആ ഒരു ഡിസ്പ്ലേ ഉണ്ട്. കൂടാതെ വലത് സൈഡിൽ 2 ബട്ടൺസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ നമുക്ക് ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ളതാണ്. രണ്ടാമെന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് മോഡിലേക്ക് പോകുന്നതാണ്. അതായത് നമ്മൾ മറ്റുള്ള ഇപ്പോൾ നമ്മൾ റീസെന്റ് ആയിട്ട് അൺബോക്സ് ചെയ്ത ബോൾട്ട് റോവറിലും അതുപോലെ തന്നെ നോയ്സിന്റെ ടിസ്റ്റിലും ഒക്കെ ഇതുണ്ട്. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നേരെ അങ്ങോട്ട് സ്പോർട്സ് മോഡിലേക്ക് അങ്ങോട്ട് പോകും. പിന്നെ ഒന്നുകൂടി ടാപ്പ് ചെയ്യണമെങ്കിൽ എക്സിറ്റ് ആവുന്നത് നേരെ അങ്ങോട്ട് ആ ഒരു ആക്ടിവിറ്റി ഓൺ ആവല്ല ചെയ്യുന്നത് കേട്ടോ. അതാണ് ഇതിൽ ഞാൻ കണ്ടൊരു സംഭവം എന്ന് പറയുന്നത്. കൂടാതെ ഈ 2 ബട്ടൺസിന്റെ ഇടയിലാണ് നമ്മുടെ മൈക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇടത് സൈഡിൽ നോക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു സ്പീക്കറൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിറകിൽ നോക്കുകയാണെങ്കിൽ ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സും ഫയർബോൾട്ടിന്റെ ലോഗോയും കൂടാതെ ചാർജിങ് ഡോക്കും ഒക്കെ കാണാം. കൂടാതെ സ്ട്രാപ്പിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ക്വാളിറ്റി ഉള്ള സ്ട്രാപ്പാണ് നമുക്ക് ഇതിന്റെ കൂടെ ലഭ്യമാകുന്നത്. 20 mm ആണ് സ്ട്രാപ്പ് സൈസ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന ഈ ഒരു ക്യാമോ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ അതിൽ ആ ഒരു നാച്ചുറൽ ഡിസൈൻ ഉണ്ട്. ഈ നാച്ചുറൽ ഡിസൈനിന്റെ കൂടെ 20 mm നമ്മൾ എക്സ്ട്രാ കിട്ടുന്ന സ്റ്റാപ്പ് വാങ്ങിച്ചിട്ടാൽ ഇതിന്റെ കൂടെ സ്യൂട്ട് ആവുന്നത് കിട്ടില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കും എന്നുള്ള ഫീൽ ഉണ്ടല്ലോ, അതുപോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നമ്മൾ ഈ ഒരു വാച്ച് വാങ്ങിക്കുമ്പോഴത്തേക്ക് വാച്ചിന്റെ സ്ട്രാപ്പ് മാറ്റാമെങ്കിൽ പോലും ഈ ഒരു സ്ട്രാപ്പ് തന്നെ അങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. നല്ല ലുക്കാണ് നമ്മുടെ കയ്യിൽ കിടക്കുന്ന കാണാനായിട്ട് ഓവറോൾ കേട്ടോ. എന്തായാലും ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ഡിസൈനിന്റെ കാര്യത്തിലും നമുക്ക് ഒരിക്കലും ഈ ഒരു പ്രോഡക്റ്റിന് കുറ്റം പറയാനേ പറ്റത്തില്ല. അത്രയ്ക്കും നല്ല പെർഫെക്റ്റ് തന്നെയാണ്. പിന്നെ 20 mm വാച്ച് സ്ട്രാപ്പുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ DeepZstoreൽ വന്നു കഴിഞ്ഞാൽ, ഇൻസ്റ്റയിലുള്ള DeepZstore വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് മറ്റുള്ള എല്ലാ ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകൾ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ചിട്ട് കിട്ടും. അത് ഈ ഒരു ഫയർബോൾട്ടിന്റെ ഈ ഒരു വാച്ച് എന്നുള്ളതല്ല, 20 അല്ല 22 ആയിക്കോട്ടെ, 40, 42, 44, 45, 49 ഏത് സൈസ് ആയിക്കോട്ടെ ഡിഫറെന്റ് മോഡൽസ് അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് മറ്റൊരു കാര്യം എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. ഇതിൽ ഞാൻ ഓൾറെഡി ഇവരുടെ ഓവിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മിലിറ്ററി ഗ്രേഡ് വാച്ച് ആണെന്നുള്ളത്. മിലിറ്ററി ഗ്രേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് പാസ്റ്റ് 15 മിലിറ്ററി ഗ്രേഡ് ടഫ്നെസ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. ഇൻക്ലൂഡിംഗ് ടു എക്സ്ട്രീം ഹീറ്റ്, കോൾഡ്, ഹ്യൂമിഡിറ്റി ആൻഡ് മോർ. അതായത് ഭയങ്കര എന്താ പറയുക, എക്സ്ട്രീം ആയിട്ടുള്ള ചൂടിലും എക്സ്ട്രീം ആയിട്ടുള്ള തണുപ്പിലും ഒക്കെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് അങ്ങോട്ട് പാസ് ഔട്ട് ആയി എന്ന് പറഞ്ഞു. ഇപ്പോൾ മറ്റുള്ള യൂട്യൂബേഴ്സിന്റെ ഒക്കെ ചില വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് സാധനം ഇത് അയച്ചു കൊടുത്താണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവരതിനകത്ത് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഇത് ഞാൻ 3499 രൂപ കൊടുത്ത് വാങ്ങിച്ച സാധനമാണ്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ചെയ്യാനായിട്ട് നിർഭാഗ്യമില്ല. നിങ്ങൾക്ക് ആ ഒരു ഇതുപോലുള്ള എക്സ്ട്രീം ടെസ്റ്റുകൾ കാണണമെങ്കിൽ ആവശ്യം പോലെ അവിടെ ഹിന്ദിക്കാരുടെ വീഡിയോസ് ഉണ്ട്. അത് നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് മനസ്സിലാവും. പിന്നെ ഇതൊക്കെ തന്നെ
തന്നെ അവർക്ക് ഇത് അയച്ചു കൊടുത്തിട്ട് വാച്ച് അവർക്ക് അയച്ചു കൊടുത്ത് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടാണ് അവർ ചെയ്യുന്നതെന്ന് ആ ഒരു വീഡിയോയിൽ കണ്ടത് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇനി 3 ലെയർ ഷീൽഡ് ആണ് ഇതിൽ പറയുന്നത്. അതും ഒരു ബിൽഡ് ക്വാളിറ്റിയിൽ പറയുന്ന ഒരു സംഭവമാണ്. അതായത് നമുക്കിത് ഫിസിക്കലി നമുക്ക് അല്ലെങ്കിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് ഒരു സ്റ്റീൽ ഒരു കവറിംഗ് ഉണ്ട്, തൊട്ട് താഴെയായിട്ട് ഒരു പ്ലാസ്റ്റിക് ഉണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ അടിയിലും ഒരു പ്ലാസ്റ്റിക് ഉണ്ടാവണം. അങ്ങനെയാണ് ആ ഒരു 3 ലെയർ പ്രൊട്ടക്ഷൻ പറയുന്നത്. ഈ ഒരു 3 ലെയർ പ്രൊട്ടക്ഷൻ ആർക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, അഡ്വഞ്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക്, പിന്നെ നമ്മൾ കെയർലെസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പോൾ കൈയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പെട്ടെന്ന് തട്ടിയാൽ പോലും എന്താ പറയുക, ഈ ഒരു സാധനം അങ്ങോട്ട് പെട്ടെന്ന് പൊട്ടിപ്പോകാനായിട്ട്, ഫിസിക്കൽ ഡാമേജ് വരാനായിട്ട് ചാൻസസ് ഇല്ല. സോ അങ്ങനെയുള്ള ആൾക്കാർ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിൽ എന്താ പറയുക, നിങ്ങൾക്ക് വർത്ത് എന്നുള്ളതിലും വേറൊരു സംശയമില്ല. ഇനി ഡിസ്പ്ലേയിലേക്ക് വരണമെങ്കിൽ 1.78 ഇഞ്ചിന്റെ അമോലെഡ് ഡിസ്പ്ലേയോട് കൂടിയിട്ടാണ് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുക. അമോലെഡ് ആയതുകൊണ്ട് തന്നെ ഓൾവൈസ് ഓൺ ഡിസ്പ്ലേ ഇതിനകത്ത് അവൈലബിൾ ആണ്. 368x448 പിക്സൽസ് ആണ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. കൂടാതെ 500 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് നമുക്ക് ഇതിനകത്തുണ്ട്. 500 നിറ്റ്സ് ആണെങ്കിലും അത്യാവശ്യം നല്ല ഒരു ബ്രൈറ്റ് നമുക്ക് ഇവിടെ ഇപ്പോൾ 500 ആണെങ്കിലും 1000ന്റെ ബ്രൈറ്റ് നമുക്ക് ഇവിടെ അങ്ങോട്ട് ഒരു റിസൾട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന വിഷ്വൽ എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 1 മണിക്ക് ഞാൻ എടുത്ത അത്യാവശ്യം നല്ല വെയിലായിരുന്നു. എന്നിട്ട് പോലും ക്യാമറയിൽ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തുമാത്രം വിസിബിൾ ആണെന്നുള്ളത് അറിയത്തില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള നേരിട്ട് അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും വിസിബിലിറ്റിയിൽ ഒരു പ്രശ്നമില്ല. 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. അത് അത്യാവശ്യം നല്ല രീതിക്ക് കാണാൻ പറ്റുന്നുണ്ട്. UI നല്ല സ്മൂത്ത് ആണ്. കൂടാതെ 32 ബിറ്റ്സിന്റെ കളേഴ്സും, നമ്മളൊരു ചെറിയ മൊബൈലിൽ കാണുന്ന ഫീലാണ് ആക്ച്വലി ഫോട്ടോസ് ഈ ഒരു വാച്ചിൽ കൂടി കാണാനായിട്ട്. ഇനി യൂസറിന്റെ ഫേസിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ വാച്ച് ബൂട്ടപ്പായി വരുമ്പോഴത്തേക്കുള്ള വാച്ച് ഫേസ് ഇതാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള 6 വാച്ച് ഫേസസ് കാണാം. അറ്റ് എ ടൈം ഒരു 7 എണ്ണം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പോലും കുറച്ച് കൂടുതലായിട്ട്, എനിക്ക് എത്ര ആണെന്ന് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല, എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഒരു 150-300 എണ്ണം എങ്ങനെയായാലും കാണും. ഇവരുടെ ആ ഒരു ഡാഫിറ്റ് ആപ്പിൽ പോയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം. അതൊക്കെ ആ ഒരു ആപ്പ് പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചുതരാം. ഇനി മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും മുകളിലായിട്ട് ഡേറ്റ്, ബാറ്ററി ലെവലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് കോളിംഗ് നമുക്ക് ഇനേബിൾ ചെയ്യാം, വൈബ്രേഷൻ ഇനേബിൾ ചെയ്യാം, ഫ്ലാഷ്, തിയേറ്റർ മോഡ്, വെതർ സെറ്റിംഗ്സ്, ബ്രൈറ്റ്നസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. കൂടാതെ താഴെ നിന്ന് മുകളിലേക്ക് അപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻസ് വരിക. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ സ്റ്റെപ്പ്, അതുപോലെ തന്നെ സ്ലീപ്പ്, ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, SpO2, വെതർ, കൂടാതെ നമുക്ക് കമ്പോണൻസ് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അതും അങ്ങോട്ട് ആഡ് ചെയ്യാം. ഇനി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ആദ്യം നമ്മളൊന്ന് സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ റീസെൻ്റ് ആയിട്ട് ഓപ്പൺ ചെയ്താണ് കാണിക്കുന്നത്. കൂടാതെ ഒന്നുകൂടി അങ്ങോട്ട് സ്വൈപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ആ ഒരു മെയിൻ മെനു എന്ന് പറയുന്നത്. ഗ്രിഡ് ആണ് ഇപ്പോൾ കിടക്കുന്നത്. ഗ്രിഡ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നോ പ്രോബ്ലം, നമുക്ക് മെനു വ്യൂവിൽ പോയിട്ട് അത് ലിസ്റ്റിലേക്ക് ആക്കാം. ഇനി എന്തായാലും മെനുവിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഏറ്റവും മുന്നിലായിട്ട് കാണാൻ പറ്റുന്ന സ്റ്റെപ്സ് ആണ്. നമ്മൾ എത്ര സ്റ്റെപ്പ് കൗണ്ട് നടന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ്. കൂടാതെ ഫോൺ കോൾ, നമുക്ക് റീസെന്റ് കോൾ കാണാം, അതുപോലെ ഡയൽ ചെയ്തിട്ട് വിളിക്കാം. കൂടാതെ നമുക്ക് കോൺടാക്ട്സ് നമ്മുടെ ആ ഒരു ഡാഫിറ്റിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതും ഇങ്ങോട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ്, സ്ലീപ്പ്, SpO2, ബ്ലഡ് പ്രഷർ, ഇതൊക്കെ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം. ട്രെയിനിങ്ങിലേക്ക് വരുവാണെങ്കിൽ 123 സ്പോർട്സ് മോഡ്സ് ആണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആകുന്നത്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് 20 എണ്ണമേ കാണാൻ പറ്റുള്ളൂ പോലും ദേ ഒരു പ്ലസ് വന്നു കഴിഞ്ഞാൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ഏതാണോ ഇഷ്ടമുള്ളത് അതിലങ്ങോട്ട് പോയിട്ട് ഈ ഒരു പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങോട്ട് നമുക്ക് ഇതിനകത്ത് ആഡപ്പാവുന്നതാണ്. കൂടാതെ എക്സസൈസ് റെക്കോർഡ്സ്, വെതർ, ഷട്ടർ, പ്ലെയർ, അലാം, സ്റ്റോപ്പ് വാച്ച്, ടൈമർ, പീരീഡ്, കാൽക്കുലേറ്റർ, ഫ്ലാഷ് ലൈറ്റ്, ആപ്പ് ഡൗൺലോഡ്, അത് നമ്മുടെ QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡാഫിറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയാണ്. കൂടാതെ സെറ്റിംഗ്സിലേക്ക് വരുവാണെങ്കിൽ ആദ്യം നമുക്ക് ഡിസ്പ്ലേ കാണാം. ഓട്ടോ സ്ലീപ്പ് ആണ്, 5 മുതൽ 30 സെക്കൻഡ് വരെ ഉണ്ട്. ഞാനിപ്പോൾ 30 സെക്കൻഡ് ഇട്ടിരിക്കുന്നത് വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും 5 സെക്കൻഡ്സിന് മുകളിൽ ഞാൻ എടുത്തില്ല. കൂടാതെ മെനു വ്യൂ നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു ഗ്രിഡിലേക്ക് മാറ്റാം, അതല്ല ലിസ്റ്റിലേക്ക് മാറ്റാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് ചെയ്യുക. കൂടാതെ ബ്രൈറ്റ്നസ് നമുക്ക് ഇവിടെ വന്നിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. കൂടാതെ വാച്ച് ഫേസ് നമുക്ക് ഇവിടെ വന്നിട്ട് മാറ്റാം. അതുപോലെ തന്നെ വൈബ്രേഷൻ ഇൻറ്റൻസിറ്റി നമുക്ക് വൈബ്രേഷൻ മോഡിലേക്ക് ഇടാം, അല്ലെങ്കിൽ വൈബ്രേഷൻ പ്ലസ് റിംഗ് ടോൺ മോഡിലേക്ക് ഇടാം. ഇനി അതല്ല റിംഗ് ടോണും വേണ്ട, വൈബ്രേഷനും വേണ്ട, അങ്ങനെ നമുക്കത് ഓഫും ചെയ്യാം. കൂടാതെ ഇൻറ്റൻസിറ്റി നമുക്ക് സ്ട്രോങ്, സോഫ്റ്റ്, ഓഫ്, അങ്ങനെ 3 ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. കൂടാതെ ലോ പവർ മോഡ് ഓൺ ആക്കാം, തിയേറ്റർ മോഡ് ഇവിടെ വന്നിട്ട് ഓൺ ആക്കാം, ഫോൺ കോൾ നമുക്ക് ഇനേബിൾ ഇവിടെ വന്നിട്ട് ചെയ്യാം, കോൾ റീസെറ്റ് ചെയ്യാം, AI വോയിസ്, സ്ക്രീൻ ക്ലോക്ക്. ഇതാണ് നമ്മുടെ ആ ഒരു ഓൾവൈസ് ഓൺ ഡിസ്പ്ലേ. അനലോഗ് ഇടുവാണെങ്കിൽ ആ ഒരു ഓൾവൈസ് ഓൺ ഡിസ്പ്ലേ കാണാം. കൂടാതെ ഡിജിറ്റൽ ഇടുവാണെങ്കിൽ ആ ഒരു രീതിയിലുള്ളൊരു എന്താ പറയുക ഓൾവൈസ് ഓൺ ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റും. കൂടാതെ ഫൈൻ ഫോൺ സിസ്റ്റത്തിലേക്ക് വരണമെങ്കിൽ റീസ്റ്റാർട്ട്, പവർ ഓഫ്, റീസെറ്റ്. കൂടാതെ എബൌട്ടിലേക്ക് വരണമെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ വേർഷൻ നമുക്ക് ഇവിടെ കാണാം. ഈ ഒരു ഓൾവൈസ് ഓൺ ഡിസ്പ്ലേ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഡിജിറ്റൽ ഞാൻ ഓൺ ആക്കിയിട്ട് ഈ ഒരു ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാ നേരെ അതങ്ങോട്ട് ഓൾവൈസ് ഓൺ ഡിസ്പ്ലേയിലേക്ക് വന്നേക്കുവാണ്. ഇനി നിങ്ങൾക്ക് മെനുവിലേക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി, അണയും. പക്ഷേ ഇതേ ഇപ്പോൾ വീണ്ടും കണ്ട അങ്ങോട്ട് ഓൺ ആവും. അതായത് നമ്മുടെ വാച്ച് ഫേസിലേക്ക് വന്നു. ഇങ്ങനെയാണ് സംഭവം നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു യൂസറിന്റെ ഫേസിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സ് എന്തുമാത്രം ആക്യുറേറ്റ് ആണ് ഈ ഒരു വാച്ചിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ബോർഡിൽ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് ചെക്ക് ചെയ്യുവാണേ. അതാകണ്ടോ പ്ലീസ് വെയർ ഓൺ യുവർ റിസ്റ്റ് ആൻഡ് ട്രൈ അഗൈൻ. അതായത് നമ്മുടെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വാല്യൂസ് കാണിക്കുള്ളൂ എന്നാണ് പറയുന്നത്. എന്തായാലും ഇനി കൈ കെട്ടി നോക്കാം.
77 വന്നിട്ടുണ്ട്, 78, ഇത് 81 വന്നിട്ട് അങ്ങോട്ട് സ്റ്റോപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ബ്ലഡ് പ്രഷർ നോക്കാം. 125, 68 എൻ്റെ BP ഇവിടെ കാണിക്കുന്നത്. കൂടാതെ ഇനി SpO2ലേക്ക് വരുവാണെങ്കിൽ 85%, 84, 83 ഒക്കെയാണ് കാണിക്കുന്നത്. SpO2 എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. ഇന്നലെ മുതലേ ഈ ഒരു വാല്യൂ ആണ് ആക്ച്വലി കണ്ടുപിടിക്കുന്നത്. ചില സമയങ്ങളിൽ 95 കാണിക്കുന്നുണ്ട്, 98 കാണിക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. എന്തായാലും ഈ ഒരു മെഷർമെന്റ്സ് ഒക്കെ ഉറപ്പായിട്ടും ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ. പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് വാങ്ങിച്ചിട്ട് മാത്രം നമ്മൾ എന്താ പറയുക മെഷർമെന്റ്സ് നമ്മൾ കൺഫേം ചെയ്യുക. ഇതുപോലാണ് നമ്മുടെ മൊബൈലിൽ ഒരാൾ വിളിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വാച്ചിൽ കാണുന്നത്. ഇപ്പോൾ ആക്ച്വലി വാച്ച് വൈബ്രേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ റിങ്ങിലായിട്ട് ഇട്ടേക്കുന്നത് ജസ്റ്റ് വൈബ്രേഷൻ ഉള്ളിലായതുകൊണ്ട് നമുക്കൊന്നെങ്കിൽ കോൾ കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ കോൾ എടുക്കാം. കോൾ എടുക്കുകയാണെങ്കിൽ കണ്ടോ മൈക്ക് മ്യൂട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, വോളിയം അപ്പ് ആൻഡ് ഡൗൺ ആക്കാം, കൂടാതെ കോൾ കട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫയർബോൾട്ട് കോബ്രയിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഇൻടോണിനകത്ത് നമ്മുടെ കയ്യിൽ മൊബൈൽ ഇല്ലായിരുന്നു, പക്ഷേ വാച്ച് കെട്ടിയിരിക്കുന്നത് തന്നെ കോൾ വന്നപ്പോൾ നമ്മൾ കോൾ എടുത്തു. കോൾ എടുക്കുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇതുപോലെ തന്നെ ആയിരിക്കും കേൾക്കുക കേട്ടോ. കാരണം ഞാൻ ഓൾറെഡി ഒരു മൊബൈലിൽ നിന്ന് മറ്റൊരു മൊബൈലിലേക്ക് വിളിച്ചിട്ട് അത് കോൾ അങ്ങോട്ട് റെക്കോർഡ് ചെയ്യുകയാണ്. വാച്ചിലൂടെയാണ് സംസാരിക്കുന്നത്. എന്തുമാത്രം പെർഫെക്റ്റ് ആയിട്ട് ഒരു മൈക്ക് ക്വാളിറ്റി ഉണ്ട്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് വീട്ടിലെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി നമ്മുടെ DaFit ആപ്പ് വെച്ചിട്ട് ഈ ഒരു വാച്ചിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് സിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലൊരു ഇന്റർഫേസ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്നത്തെ നമ്മൾ ചെക്ക് ചെയ്ത സ്റ്റെപ്പ് എത്ര നടന്നു, അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ്, BP, ഇതൊക്കെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി ചെക്ക് ചെയ്താണ്. കൂടാതെ രണ്ടാമത്തെ ടാബിലേക്ക് പോകണമെങ്കിൽ ഇവിടെയാണ് കണ്ടോ Fireboltt 086, ഇത് കോബ്രയുടെ മോഡൽ നമ്പറാണ്. കൂടാതെ എത്ര പെർസെൻറ്റേജ് ബാറ്ററി ഉണ്ടെന്നും അതുപോലെ തന്നെ ബാറ്ററി ലെവലും ഉണ്ട്. കൂടാതെ നമുക്കത് റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ വാച്ച് ഫേസിലേക്ക് വരുവാണെങ്കിൽ കണ്ട ഒന്നാമത് കാണുന്നത് ഈ എഡിറ്റാണ്. എഡിറ്റിൽ വരുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് നമുക്കൊരു വാച്ച് ഫേസ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഇതിലോട്ട് വരും. കൂടാതെ മറ്റുള്ള വാച്ച് ഫേസ് ഉണ്ട് നമ്മുടെ വാച്ചിൽ ഇപ്പോൾ കിടക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ഇനി അതല്ല നിങ്ങൾക്ക് വേറെ വേണമെങ്കിൽ കണ്ട എത്ര എണ്ണമാണെന്ന് അറിയത്തില്ല, എന്തായാലും കാറ്റഗറൈസ് ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു വാച്ചിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. കൂടാതെ നോട്ടിഫിക്കേഷനിലേക്ക് വരുവാണെങ്കിൽ ഇവിടെയാണ് ആക്ച്വലി നമ്മുടെ ഫോൺ കണ്ട ഇനബിൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ മൊബൈൽ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന ഒരു കോൺടാക്റ്റിൻ്റെ കോൾ വന്നു കഴിഞ്ഞാൽ ആ ഒരു പേര് കാണിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും എന്താ പറയുക ഒരു നമ്പർ മാത്രമേ കാണിക്കത്തുള്ളൂ. കൂടാതെ മെസ്സേജുകൾ നിങ്ങൾക്ക് വേണോ, അതല്ല സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസിൻ്റെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിലും അതൊക്കെ ഇവിടെ വന്നിട്ട് ഇനബിൾ ചെയ്യാം. കൂടാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സഞ്ചർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒരു പ്ലാറ്റ്ഫോം ഇതിനകത്തില്ലെങ്കിൽ അതർ അങ്ങോട്ട് ഓൺ ആയി കഴിഞ്ഞാൽ എല്ലാം തന്നെ A to Z സാധനങ്ങൾ അവിടെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. കൂടാതെ അലാംസ് നമുക്ക് ഇവിടെ വന്നിട്ട് സെറ്റ് ചെയ്യാം, ഷട്ടർ നമുക്ക് ഇവിടെ എന്താ പറയുക കൺട്രോൾ ചെയ്യാം. ഫേവറേറ്റ് കോൺടാക്ട്സ് ഇവിടെയാണ് നമ്മുടെ 8 കോൺടാക്ട്സ് നമുക്ക് ഇവിടെ വന്നിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നത്. കൂടാതെ അതേഴ്സിലേക്ക് വരുവാണെങ്കിൽ ഫൈൻഡ് ഡിവൈസ്, ടൈം ഫോർമാറ്റ്, യൂണിറ്റ് സിസ്റ്റം, ഇത് വായിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് കറക്റ്റ് മനസ്സിലാവുന്നതാണ്. വേണമെങ്കിൽ ഓൺ ആക്കാം അല്ലെങ്കിൽ ഓഫ് ആക്കാം. എന്നാലും ഈ ഒരു കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് ഡിറ്റക്ഷൻ ഒക്കെ നമ്മൾ ഓഫ് ആക്കി ഇടുന്നതാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആയി പോകാൻ ചാൻസസ് കൂടുതലാണ്. ഇനി അപ്ഗ്രേഡിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ നമുക്ക് അപ്ഡേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ ടാബിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ നമ്മുടെ പ്രൊഫൈൽ, ഗോൾ സെറ്റ്, അതുപോലെ തന്നെ മറ്റുള്ള കുറച്ച് എന്താ പറയുക ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ ഒരു രണ്ടാമത്തെ ടാബ് തന്നെയാണ് കേട്ടോ. ഇതാണ് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു DaFit ആപ്പിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ബ്ലൂടൂത്ത് ഇനബിൾ മോഡലിൽ നമുക്ക് 3 to 5 days ആണ് കമ്പനി അവകാശപ്പെടുന്ന ഒരു ടോട്ടൽ ഒരു ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത്. ഇനി അതല്ല നിങ്ങൾക്ക് ബ്ലൂടൂത്ത് ഇനബിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതങ്ങോട്ട് 7 days കിട്ടും. പിന്നെ ഇവരുടെ ഫ്ലിപ്കാർട്ടിൽ നോക്കുകയാണെങ്കിൽ 10ഉം 15ഉം ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവരുടെ യൂസർ മാനുവലാണ് കേട്ടോ ഈ ഒരു സംഭവം. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഇതൊക്കെ തന്നെ ആയിരിക്കാം അവർ നോർമലി നമുക്ക് കിട്ടുക എന്നുള്ളത് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ ഈ ഒരു ബ്രൈറ്റ്നസ് നമ്മൾ 100% പീക്ക് ചെയ്യുകയാണെങ്കിൽ 7 days എന്ന് പറയുന്നത് 5 daysലേക്ക് പോകാനും ചാൻസ് ഉണ്ട്, നോർമൽ യൂസ് ആണെങ്കിൽ പോലും. പക്ഷേ ഇതിനെ സംബന്ധിച്ചുള്ള ഈ ഒരു വാച്ചിനെ സംബന്ധിച്ചുള്ള നമ്മൾ ബ്രൈറ്റ്നസ് അത്രയും 100% ഇടേണ്ട ആവശ്യമില്ല. ഇൻഡോറിനകത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു ഫുൾ ബ്രൈറ്റ്നസ് ഡൗൺ ചെയ്താൽ പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു വാച്ച് അഡ്വാൻറ്റേജ് തന്നെയാണ്. IP68 വാട്ടർ ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. സോ അത്യാവശ്യം ഡ്രസ്സിംഗിൽ അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളിത് ഉപയോഗിച്ചുകൊണ്ട് പോയാലും വേറെ ഒരു പ്രശ്നമില്ല. പിന്നെ ആ ഒരു മിലിറ്ററി ഗ്രേഡ് ആണ്, അഡ്വഞ്ചർ ആണ്. സോ എന്താ പറയുക IP68 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വെള്ളത്തിലൊക്കെ പോയി മുങ്ങി കിടക്കുവാണെങ്കിൽ ഒരു 30 minutes നമുക്ക് മുങ്ങി കിടക്കാമെന്ന് പറയുന്നുണ്ട് ഇതും കെട്ടിക്കൊണ്ട്. പക്ഷേ എന്താ പറയുക വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ 1 വർഷം ഇതിനകത്ത് വാറണ്ടി ഉണ്ട്. വാറണ്ടി ഉണ്ടെങ്കിൽ പോലും വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടത്തില്ല. പിന്നെ മറ്റൊരു കാര്യം ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് അങ്ങോട്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3 മാസം കൂടി എക്സ്റ്റെൻഡ്, അതായത് ടോട്ടൽ നമുക്ക് 15 മാസം വാറണ്ടി ലഭ്യമാകുന്നതാണ്. പിന്നെ ഇപ്പോൾ ഫയർബോൾട്ടിന്റെ വാറണ്ടി കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പണ്ട് വളരെ മോശമായിരുന്നു, ഇപ്പോൾ പക്ഷേ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പിൽ ഞാൻ ഈ വാറണ്ടി രജിസ്റ്റർ ചെയ്തപ്പോൾ അപ്പോൾ തന്നെ ഒരു മെസ്സേജും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ
പ്രോഡക്റ്റ് 12 എന്നുള്ളത് 3 മാസം കൂടി എക്സ്റ്റെൻഡ് ആയിട്ട് 15 മാസം കിട്ടി. കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞിട്ട്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു സർവീസിന്റെ കാര്യത്തിലും അവർ കുറച്ചൊന്ന് പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാം പെർഫെക്റ്റ് ആണ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ കൂടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇവരിതൊക്കെ ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഫയർബോൾട്ട് കോബ്രയെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാണ്ടായിരുന്നത്. ഉറപ്പായിട്ടും നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. കയ്യിൽ കിടക്കുന്നതൊക്കെ ഉണ്ടാവും. ഒരു പ്രത്യേകിച്ച് ഈ ഒരു ക്യാമോ ബ്ലാക്ക് എന്ന് പറഞ്ഞ കളർ നല്ല രസമുണ്ട്. അതിലും വേറെ ഒരു സംശയമില്ല. 3499 രൂപയ്ക്ക് ഇത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകോ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാലേ ഞാൻ പറയുന്നത് വർത്ത് ബൈങ് ആകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അമോലെഡ് ഡിസ്പ്ലേ, അതുപോലെ തന്നെ 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, 30 ബിറ്റ്സ് കളേഴ്സ്. 30 ബിറ്റ്സ് കളേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും പറയാനുള്ളത്, നമ്മുടെ ഫോട്ടോയൊക്കെ അതിനകത്ത് കൊണ്ടിടുവാണെങ്കിൽ പക്ക പെർഫെക്റ്റ് നമ്മുടെ ചെറിയൊരു മൊബൈലിൽ കാണുന്ന ഫീലോട് കൂടി തന്നെയാണ് നമുക്കിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജിയുടെ സ്മാർട്ട് വാച്ച്, കൂടാതെ ബിൽഡ് ക്വാളിറ്റി മിലിറ്ററി ഗ്രേഡ് എന്ന് ഇവർ പറയുന്നത് നമുക്ക്. പിന്നെ ഞാൻ വീണ്ടും പറയുന്നത് അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളൊരു അനുഭവം എനിക്കില്ലെങ്കിൽ പോലും ആ ഒരു ക്വാളിറ്റിയൊക്കെ ഇവിടെ ഒരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ നല്ല രീതിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ ഉറപ്പായിട്ടും 3499 ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖിക്കത്തില്ല. അതായത് നമുക്ക് എന്താ പറയാ, അയ്യോ പൈസ പോയി എന്നുള്ളൊരു ഫീലേ ഉണ്ടാവത്തില്ല. പെർഫെക്റ്റ് ആണ്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഫയർബോൾട്ട് കോബ്രയെ കുറിച്ചിട്ട് ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ, കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.